ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാ ദൈവകൃപയും ആശംസിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം. യേശു അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. വളരെ പരിചയമുള്ള ഒരു വാക്യമാണിത്. ഈ വാക്യം യേശു പറയുവാനായിട്ടുള്ള സന്ദർഭം വ്യക്തമായി 41 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. 12-ാമത്തെ വയസ്സിൽ അപ്പനോടും അമ്മയോടുമൊപ്പം യോസേഫിനോടും മറിയയോടുമൊപ്പം യേശു പതിവുപോലെ യെരുശലേമിൽ പെസഹ പെരുന്നാളിന് പോവുകയാണ്. പോയി മടങ്ങുന്ന അവസരത്തിൽ യേശു അവരോടൊപ്പം നാട്ടിലേക്ക് വരാതെ യെരുശലേമിൽ, ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പനും അമ്മയും അത് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരോടുകൂടെ, ചാർച്ചക്കാരോടുകൂടെ അവൻ ഉണ്ടാകുമെന്നുള്ള ധാരണയിൽ ഒരു ദിവസം വഴിയാത്ര നാട്ടിലേക്ക് സഞ്ചരിച്ചു. എന്നാൽ പിറ്റേ ദിവസം അന്വേഷിക്കുമ്പോൾ ഈ കുഞ്ഞ് ഒപ്പമില്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അപ്പന്റെയും അമ്മയുടെയും നെഞ്ചിലെ പിടച്ചിൽ നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ വേദനിച്ച് സങ്കടത്തോടെ എല്ലായിടത്തും അവർ ഓടി നടന്ന് അന്വേഷിച്ചു. ഒരിടത്തും കാണുന്നില്ല. ഒടുവിൽ ഇങ്ങനെ അന്വേഷിച്ച് യെരുശലേം ദേവാലയത്തിൽ എത്തുമ്പോൾ അവിടെ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഒരു മടുപ്പും ഇല്ലാതെ, ഒരു സങ്കടവും ഇല്ലാതെ, അല്ലെ, 12 വയസ്സുകാരനാണേ, അപ്പൻ, അമ്മ, വീട്, നാട്, ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ ദൈവിക കാര്യങ്ങൾ വളരെ പരിജ്ഞാനത്തോടുകൂടെ കേൾക്കുകയും ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരോട് ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവരുടെ ഇടയിലിരുന്ന് ഈ കൊച്ചു ബാലൻ പറയുന്നത് അവർ കേട്ടിട്ട് അവർക്ക് പോലും അതിശയമാണ്, വിസ്മയമാണ് ഉണ്ടാകുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ബാലനായ യേശുവിനെ കാണുമ്പോൾ അമ്മ ചോദിക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയതായി ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഞങ്ങളെ ഇങ്ങനെ വ്യസനിപ്പിച്ചത് എന്തിനാണ്? നിന്റെ അപ്പനും ഞാനും എന്തുമാത്രം സങ്കടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തിരയുകയാണ് നിന്നെ. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ തിരഞ്ഞത്? എന്തിനാണ് തിരഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിനുള്ളിടത്താണ് ഇരിക്കുന്നത്. ഞാൻ പിതാവിനുള്ളിടത്ത് ഇരിക്കേണ്ടതാണ്. എന്തിനെന്നെ തിരഞ്ഞു? ഈ വാക്യം നിങ്ങളോട് പറയുമ്പോൾ എന്നെ ഏറെ ഈ വാക്യം ആകർഷിക്കുവാനുള്ള ഒരു കാരണമുണ്ട്. 4 സുവിശേഷങ്ങളിലായി യേശു ആദ്യമായി പറഞ്ഞതെന്ന് നമുക്ക് കണ്ടെത്താവുന്ന യേശുവിൻ്റെ വാചകമാണ് ഈ 49-ാം വാക്യം. എന്തിന് എന്നെ തിരഞ്ഞു? നമ്മളെല്ലാം യേശുവിനെ തിരയുന്നവരാണ്. എന്തിനാണ് തിരയുന്നത്? ആ ബോധ്യം നമുക്കുണ്ടോ? എന്തിനാണ് തിരയുന്നത്? യേശുവിൻ്റെ പിന്നാലെ ഒരുപാട് പേർ, വലിയൊരു പുരുഷാരം എപ്പോഴും ഉണ്ടായിരുന്നു. നാനാവിധ വ്യാധി പിടിച്ചവർ, പല പ്രതിസന്ധികൾ ആയിപ്പോയവർ, മക്കളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളെ കണ്ടിട്ട് ഈ യേശു വന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ കൈവച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് കൽപ്പിച്ചാൽ കുഞ്ഞുങ്ങൾ ജീവിക്കും, അവർക്ക് ജീവൻ തിരിച്ചു കിട്ടും, അവരുടെ രോഗം മാറും എന്നൊക്കെ വിശ്വസിച്ചിട്ട് ഇങ്ങനെ പിന്നാലെ നടന്ന വലിയൊരു കൂട്ടം. അവന്റെ വായിൽ നിന്ന് വന്ന ആ ദിവ്യമായ വാക്കുകളെ കേൾക്കുവാൻ, അതിൽ ആശ്വാസം കണ്ടെത്തുവാൻ. പ്രിയമുള്ളവരെ, യേശുവിന്റെ പിന്നാലെ നടന്ന എല്ലാവർക്കും എല്ലാ തലത്തിലും അവരുടേതായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. കുരുടൻ വഴിയരികിൽ ഇരുന്നു കൊണ്ടിരുന്ന വർദ്ധ്യമായി ഉച്ചത്തിൽ നിലവിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ? കുഷ്ഠരോഗി പാളയത്തിന് പുറത്തു പാർത്തവൻ യേശുവിനെ കണ്ട് മുട്ടുമടക്കി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാകുന്നില്ലേ അവന്റെ ആവശ്യം എന്താണ്? സിറഫോയിനിക്ക ജാതിയിലുള്ള ആ അമ്മ, സ്ത്രീ, യേശുവിന്റെ പിന്നാലെ യേശു ഒട്ടും ഗവനിക്കാതിരിക്കുമ്പോഴും ഓടി കെഞ്ചുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മകളുടെ ജീവിതത്തിന്റെ ആ ഭൂതോപദ്രവം മാറുന്നതിന് വേണ്ടിയിട്ടല്ലേ? പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും യേശുവിനെ അനുഗമിക്കുന്നതിൽ, യേശുവിനെ അന്വേഷിക്കുന്നതിൽ എന്തൊക്കെയോ നമ്മുടേതായിട്ടുള്ള ഒരു താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ യേശു നമ്മോട് ചോദിക്കുന്നുണ്ട്,
നിങ്ങൾ എന്തിനാണ് എന്നെ തിരയുന്നത്? എന്തിനാണ് എന്നെ തിരയുന്നത്? ഉത്തരം നാം കൊടുക്കേണ്ടതുണ്ട്. സമ്പത്തിന് വേണ്ടിയിട്ടാണോ? നല്ലൊരു വീട് വയ്ക്കണം, നല്ലൊരു കാറ് വാങ്ങണം, നല്ല വിദ്യാഭ്യാസം നേടി നല്ലൊരു ഔദ്യോഗിക ജീവിതം ലഭിക്കണം, നല്ലൊരു കുടുംബ ജീവിതം ലഭിക്കണം, ഇങ്ങനെ ഈ ലോകത്തിൽ എനിക്ക് എല്ലാവരെക്കാളും അല്ലെങ്കിൽ എല്ലാവരെ പോലെയും ഒരു നല്ല ലെവലിൽ ജീവിക്കണം, ഇതാണോ നമ്മുടെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം? എന്നാൽ നമുക്ക് തെറ്റി. അതല്ല ക്രിസ്തു നമ്മോട് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് എങ്കിൽ, ഈ വക കാരണങ്ങളാണ് കർത്താവിനെ തിരയുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നത് എങ്കിൽ കർത്താവ് സങ്കടപ്പെടും. കാരണം കർത്താവ് ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിനെ അനുഗമിക്കാനും കർത്താവിനെ തിരയുവാനും ആഗ്രഹിക്കുന്ന ഒരുത്തൻ ചെയ്യേണ്ടത് കർത്താവ് പറയുകയാണത്. തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയമുള്ളവരെ, യേശുവിനെ തിരയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ഒന്ന് ശോധന ചെയ്യേണ്ട ദിനമാണിത്. എന്തിനു വേണ്ടിയിട്ടാണ് നാം കർത്താവിനെ തിരയുന്നത്? പ്രാർത്ഥിച്ചാൽ, ആരാധിച്ചാൽ, യേശുവിൻ്റെ ദിവ്യമായ സന്നിധിയിലേക്ക്, ആരാധനാലയത്തിലേക്ക് കടന്നു ചെന്നാൽ എൻ്റെ ഈ ഭാരം മാറും, ഈ പ്രശ്നം മാറും. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ആ ഒരു കാരണങ്ങളെങ്കിൽ നാം ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാതെ പോകും. യേശുവിനെ എന്തിനു വേണ്ടി അന്വേഷിക്കുന്നു? ഉത്തരം കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തട്ടിയായിരിക്കണം. ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ ഈ ലോകപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് യേശുവിനെ നാം അന്വേഷിക്കുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിക്കാം. കർത്താവ് ഇങ്ങനെ പറയുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. കർത്താവിന് വ്യക്തമായ ബോധ്യമുണ്ട്, ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ മനുഷ്യനും, ദൈവമക്കൾക്കും ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ ആവശ്യമായ നന്മകൾ അത് നൽകണമെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട്. നമ്മളാണ് അതിൻ്റെ പിന്നാലെ വിരളി പിടിച്ചോടുന്നത്, ആക്രാന്തത്തോടെ ഓടുന്നത്. തമ്പുരാൻ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. അവിടുത്തെ രാജ്യം അന്വേഷിച്ചാൽ, അവിടുത്തെ മകനായി മകളായി തീരുവാനായിട്ട് ദൈവത്തെ അന്വേഷിച്ചാൽ, കർത്താവ് പറയുന്നു, തീർച്ചയായിട്ടും അവിടുത്തെ കണ്ടെത്തുവാനായിട്ട് കഴിയും. സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് അവിടുന്ന് വീക്ഷിക്കുന്നുണ്ട്. ദൈവത്തെ തിരയുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. നാം ദൈവത്തിൽ സമൃദ്ധിയാണ് തിരയുന്നത്. നാം ദൈവത്തിൽ ചില ഭൗതിക അനുഗ്രഹങ്ങളാണ് തിരയുന്നത്. അതാകരുത്. തമ്പുരാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ദിവ്യമായ ആ അവസ്ഥയിൽ, ദൈവമായിരിക്കുന്ന ആ അവസ്ഥയിൽ ദൈവത്തെ കാണുവാനുള്ള ജീവിത വിശുദ്ധി നമുക്കുണ്ടാകണമെന്നാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞത് പത്രോസ് അപ്പോസ്തലൻ എന്നാണ് എൻ്റെ ഓർമ്മ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാൻ കഴിയില്ല. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തില് ലോകത്തിന്റെ പിന്നാലെയുള്ള ഓട്ടം അല്പമൊന്ന് കുറയ്ക്കേണ്ട സമയമായില്ലേ എന്ന് ചിന്തിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീരുവാൻ നമുക്ക് സാധിക്കണം. അത് ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തമ്പുരാനോട് ചേരുവാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടായിരിക്കണം. 42-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹമാകട്ടെ നമുക്കും ഉണ്ടാകേണ്ടത്. ദൈവത്തിൽ നമ്മുടെ ആത്മാവ് ചേരണം. അവിടെ ഭൗതികതകൾ, ലൗകികതകൾ വിലങ്ങുതടിയാകരുത്. അതിനെ ത്യജിക്കാൻ നമുക്ക് കഴിയണം. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കാൻ നമുക്ക് കഴിയണം. വെല്ലുവിളിയാണ്, വലിയ വെല്ലുവിളിയാണ്. പക്ഷേ അതിന് കഴിഞ്ഞാൽ
ദൈവത്തിന്റെ കൃപ, അളവില്ലാത്ത കൃപ നമ്മുടെ മേൽ തമ്പുരാൻ നൽകിക്കൊണ്ടേയിരിക്കും. ആഗ്രഹിക്കുന്നവന്റെ ഉള്ളം നിറയ്ക്കുന്നവനാണ് ദൈവം. നമുക്ക് ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് ആ ഇടത്തെത്തിക്കും. ദൈവത്തിൽ ഭൗതികതയല്ല, ദൈവത്തെ അന്വേഷിക്കുക. എന്തിന് എന്നെ തിരഞ്ഞു? നിങ്ങൾ എന്നെ തിരഞ്ഞത് എന്തിന്? ദൈവം നമ്മോടും ചോദിക്കുന്നുണ്ട്, മറിയയോടും യോസെഫിനോടും ചോദിച്ചതുപോലെ, എന്തിനാണ് എന്നെ തിരഞ്ഞത്? എന്താണ് നിങ്ങളുടെ ഉത്തരം? ഉത്തരം ഹൃദയത്തിൽ നിന്നുണ്ടാകട്ടെ. ഇതുവരെ എന്ത് തിരഞ്ഞുവെന്നല്ല, ഒരു പുതിയ തീരുമാനമെടുക്കാം. അപ്പാ, ഇന്നു മുതൽ ഞാൻ ശരിക്കും നിന്നെയാണ് തിരയുന്നത്, എനിക്ക് നിന്നെ കാട്ടിത്തരണമേ. ആമേൻ.